നിങ്ങളൊരു യഥാർത്ഥ പുരുഷനാണോ അതോ വെറുമൊരു ആൺകുട്ടിയോ? അതായത് ഇപ്പോഴും നിങ്ങൾ ഉള്ളിൽ ഒരു വീക്ക് ബോയ് ആണോ അതോ ഒരു റിയൽ മാൻ ആണോ? അതെങ്ങനെ അറിയും? അതിനുള്ള ഉത്തരം ഇതാ. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന 5 സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു പവർഫുൾ സ്ട്രോങ് ആയ പുരുഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു ആൺകുട്ടിയാണ്. ഒരുപക്ഷെ നിങ്ങൾ സ്വയം ഒരു പുരുഷനാണെന്ന് കരുതുന്നുണ്ടാവാം, പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ നിലയിൽ എത്തിയിട്ടില്ല. ഈ വീഡിയോ എല്ലാ പുരുഷന്മാരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം. കാരണം ഒരു ആൺകുട്ടിയും ഒരു യഥാർത്ഥ പുരുഷനും തമ്മിലുള്ള മാനസികാവസ്ഥയുടെ വ്യത്യാസം എത്ര വലുതാണെന്ന് ഈ വീഡിയോ തുറന്നു കാണിച്ചു തരും. നാളെ നമ്മൾക്കൊരു മകനുണ്ടായാൽ നമ്മൾ അവനെ ഈ വീഡിയോ തീർച്ചയായും കാണിക്കും. കാരണം ഒരു ആൺകുട്ടിയെ 100% ഒരു പുരുഷനാക്കി മാറ്റാൻ കഴിയുന്ന 5 പ്രധാന തൂണുകളാണ് ഇതിലുള്ളത്. അതോടൊപ്പം ചില കൈപ്പേറിയ എന്നാൽ സത്യമായ ചില കാര്യങ്ങളും ഇതിലുണ്ട്. അത് കേൾക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ വീഡിയോ വീക്കായ പുരുഷന്മാർ കാണേണ്ട. കാരണം ഈ വീഡിയോ കഴിയുമ്പോൾ ദുർബലരായ ആൺകുട്ടികളുടെയും പുരുഷന്മാരുടെയും യഥാർത്ഥ മുഖം അവർക്ക് മുന്നിൽ വെളിപ്പെടും. ഈ 5 തൂണുകളിൽ ഏറ്റവും ആദ്യത്തേത്, നിങ്ങളുടെ അച്ഛൻ മരിച്ചുപോയെന്ന് കരുതി ജീവിക്കുക. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ അച്ഛൻ ഈ ലോകത്തിൽ ഇല്ലെന്ന് കരുതി ജീവിക്കുക. ഇത് കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായും വിഷമമായും തോന്നാം. കാരണം നമ്മുടെ ജീവിതത്തിന്റെ താങ്ങും തണലുമായിട്ടുള്ള ഒരാളെ നമ്മുടെ മനസ്സിൽ ഇല്ലാതാക്കുക എന്നത് തുടക്കത്തിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ 100% ഉത്തരവാദിത്വവും നിങ്ങളുടെ കൈകളിലാണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കണം. പുരുഷന്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന അമേരിക്കൻ എഴുത്തുകാരനായ ഡേവിഡ് ഡെറബോലും പറയുന്നത്, ഒരു പുരുഷൻ എന്ന നിലയിൽ നിങ്ങളുടെ അച്ഛൻ ഈ ലോകത്തിലില്ലെന്ന് കരുതി ജീവിക്കാനാണ്. കാരണം ഈ ഒരു ചിന്താഗതിയാണ് ഒരു ആൺകുട്ടിയെ ഒരു പുരുഷനാക്കി മാറ്റുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ എടുത്ത പല തീരുമാനങ്ങൾക്കും പിന്നിലും നിങ്ങളുടെ അച്ഛന്റെ കൈകളുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ആൺകുട്ടി വലുതാവുമ്പോൾ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കണം. അവൻ അങ്ങനെ ചെയ്യുമ്പോൾ അവന്റെ അച്ഛനും അത് കണ്ട് സന്തോഷിക്കും. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് ശരിയോ തെറ്റോ എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. നമ്മൾ പറയുന്നത് നിങ്ങളുടെ അച്ഛൻ ഇതുവരെ നിങ്ങൾക്ക് തെറ്റായ തീരുമാനങ്ങളാണ് എടുത്തതെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നോ അല്ല. മറിച്ച് അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്തു. ഇനി ഒരു പുരുഷൻ എന്ന നിലയിൽ മുന്നോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം കൈകളിലാണ്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ നിങ്ങൾക്ക് നിങ്ങളുടെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് പഠിക്കുന്നോ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ചില ദുർബലരായ പുരുഷന്മാർ 30 വയസ്സിലും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുകയും ഒരിക്കലും ഒരു യഥാർത്ഥ പുരുഷനായി മാറാതെ ഇരിക്കുകയും ചെയ്യും. ഒരു യഥാർത്ഥ പുരുഷനും ആൺകുട്ടിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. ആൺകുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റം പറയുന്നു. എന്നാൽ ഒരു യഥാർത്ഥ പുരുഷൻ എന്ത് സംഭവിച്ചാലും അതിന് താനും എവിടെയെങ്കിലും ഉത്തരവാദിയാണെന്ന് മനസ്സിലാക്കും. ആരെങ്കിലും അവരെ ചതിച്ചാൽ പോലും അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി കരഞ്ഞുകൊണ്ടിരിക്കില്ല. ഇത് തന്റെ പ്രവൃത്തികളുടെയും സ്വഭാവത്തിന്റെയും ഫലമാണെന്ന് അവർക്കറിയാം. ഈ തിരിച്ചറിവ് വരുമ്പോഴാണ് ഒരു ആൺകുട്ടിക്കുള്ളിൽ നിന്ന് ശക്തനും സ്വതന്ത്രനുമായ ഒരു പുരുഷൻ ജനിക്കുന്നത്. കാരണം സ്വന്തം ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ഉത്തരവാദിത്തം എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയും? ഉത്തരവാദിത്തം അത്ര വലിയൊരു കാര്യമാണ്. അതൊരു യഥാർത്ഥ പുരുഷന് മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ. ദുർബലനായ ആൺകുട്ടിക്ക് അതിന് കഴിയില്ല. അടുത്തത്, സഹിക്കാൻ പഠിക്കുക. ഓരോ പുരുഷനും വേദന സഹിക്കാൻ പഠിക്കണം, അതും നിശബ്ദമായി. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു പുരുഷൻ എന്ന നിലയിൽ ഓരോരുത്തർക്കും ജീവിതത്തിൽ പല തരത്തിലുള്ള വേദനയും ഭയവും ദുരിതങ്ങളും നേരിടേണ്ടി വരും. സ്വന്തം വേദനയും ഭാരവും മാത്രമല്ല, നമ്മളെ ആശ്രയിക്കുന്ന ആളുകളുടെ വേദനയും ഭാരവും ചുമക്കേണ്ടി വരും. യാഥാർത്ഥ്യം എന്തെന്നാൽ സോഷ്യൽ മീഡിയയിൽ ദുർബലനാകുന്നത് കുഴപ്പമില്ല, നിങ്ങളുടെ ദുരിതങ്ങൾ പങ്കുവെക്കാം, പുരുഷന്മാർക്ക് അവരുടെ വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാലും അതൊരു കെണിയാണ്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? നമ്മൾ പുരുഷന്മാരെ ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരോട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ പോലും അവസാനം അവർ പറയും, കൂടുതൽ ചിന്തിക്കേണ്ട, സ്ട്രോങ് ആയിരിക്കുക, ഒരു പുരുഷനെ പോലെ പെരുമാറുക എന്നൊക്കെ. കരയുന്നതും മറ്റുള്ളവരോട് സഹതാപം ആഗ്രഹിക്കുന്നതും ഒരു ആഡംബരമാണ്. അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രം ലഭിക്കുന്നതാണ്. ടൈറ്റാനിക് സിനിമയിൽ പോലും ദുരന്തമുണ്ടായപ്പോൾ ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും ബോട്ടിൽ കയറ്റി അയക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇന്നും അതുതന്നെയാണ് സംഭവിക്കുന്നത്. സമൂഹം ആദ്യം കരുണയും ദയയും കാണിക്കുന്നത് കുട്ടികളോടും സ്ത്രീകളോടുമാണ്. നമ്മൾ പുരുഷന്മാരുടെ ഇഷ്ടം ചോദിക്കാതെ തന്നെ നമ്മുടെ ജീവൻ വരെ കൊടുക്കേണ്ടി വരുന്നു. സത്യം പറഞ്ഞാൽ ഒരു പുരുഷന് വീഴ്ചയുണ്ടാകുമ്പോൾ മറ്റു പുരുഷന്മാർ പോലും അവനെ ബഹുമാനിക്കില്ല.
സ്ത്രീകൾക്ക് അവനോടുള്ള ആകർഷണം നഷ്ടമാകും. ഇതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഇതിന്റെ അർത്ഥം ഒരു പുരുഷൻ ഒരിക്കലും കരയരുതെന്നല്ല. അവസാനം നമ്മളൊക്കെ മനുഷ്യരാണ്. ചില നിമിഷങ്ങളിൽ കരയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്തിന്റെ മുന്നിലോ ആകാം. കാരണം കരഞ്ഞതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. മറിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ എത്രമാത്രം പ്രാപ്തനാണെന്നുള്ള ഒരു സൂചനയാണ് അത് നൽകുന്നത്. അതുകൊണ്ട് ഒരു പുരുഷൻ തന്റെ വേദനകളെ സഹിക്കാനും അതിന്റെ ഒരു ആയുധമായി ഉപയോഗിക്കാനും പഠിക്കണം. പ്രഷറുകൾ വരുമ്പോൾ ഒരു ആൺകുട്ടി തകർന്നു പോകും. എന്നാൽ ഒരു പുരുഷൻ അവന്റെ ഉള്ളിലെ യോദ്ധാവിനെ ഉണർത്തും. വജ്രമുണ്ടാകുന്നത് കഠിനമായ സമ്മർദ്ദങ്ങളിലൂടെയാണ്. ഈ വേദനയാണ് ഒരു പുരുഷന്റെ സ്വഭാവത്തെ ശക്തമാക്കുന്നത്. അടുത്തത്, എപ്പോഴും ഒരു പോരാട്ടത്തിന് തയ്യാറായിരിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്. അതെന്റെ മനസ്സിൽ പതിഞ്ഞുപോയി. ഒരു പുരുഷനെന്ന നിലയിൽ എപ്പോഴും ഒരു ഫിസിക്കൽ ഫൈറ്റിന് തയ്യാറായിരിക്കണം എന്നായിരുന്നു അത്. കാരണം ഒരു ഫിസിക്കൽ ഫൈറ്റ് എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയില്ല. അതിന് നിങ്ങൾ തയ്യാറായിരുന്നില്ലെങ്കിൽ ഒരു ദുർബലനായ ആൺകുട്ടിയെപ്പോലെ നിങ്ങൾ അടികൊണ്ട് തോറ്റുപോകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളെയും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ ഒരു പുരുഷന്റെ കടമയാണ് തനിക്ക് വേണ്ടിയും തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പോരാടാൻ തയ്യാറാവുക എന്നത്. അമ്മ, സഹോദരി, കുടുംബം, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പങ്കാളി. പക്ഷേ ഈ സ്വയം പ്രതിരോധത്തോടൊപ്പം സ്വയം നിയന്ത്രണവും പ്രധാനമാണ്. ശാന്തമായിരിക്കുമ്പോൾ പോലും മാനസികമായി ഒരു പോരാട്ടത്തിന് തയ്യാറായ വ്യക്തിയാണ് ഒരു യഥാർത്ഥ പുരുഷൻ. ശരി, ആദ്യം ഒരു വഴക്കില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. പക്ഷേ ആവശ്യം വന്നാൽ എതിരാളിയോട് അതേ ഭാഷയിൽ സംസാരിക്കേണ്ടി വരും. അടുത്തത്, കുറച്ച് സ്വാർത്ഥനാകുക. നമ്മുടെ ഈ ഇരട്ടത്താപ്പുള്ള സമൂഹത്തിൽ സ്വാർത്ഥൻ എന്ന വാക്കിന് ഒരു നെഗറ്റീവ് അർത്ഥമാണ്. എന്നാൽ നമ്മൾ എല്ലാവരും നമുക്ക് വേണ്ടി കുറച്ച് സ്വാർത്ഥരാകണം. പൂർണ്ണമായും സ്വാർത്ഥനാകണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതം, ലക്ഷ്യങ്ങൾ, മുൻഗണനകൾ എന്നിവയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് സ്വാർത്ഥനാകണം. ഒരു ദുർബലനായ ആൺകുട്ടിയുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരേപോലെ പ്രാധാന്യമുണ്ട്. ഒരേ സമയം പല കാര്യങ്ങളും അവന് വേണം. അവൻ സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ അംഗീകാരത്തിന് പിന്നാലെ പോകും. അതിനുവേണ്ടി അവന്റെ ലക്ഷ്യങ്ങൾ ത്യജിക്കാൻ പോലും അവൻ തയ്യാറാകും. എന്നാൽ ഒരു യഥാർത്ഥ പുരുഷൻ ശരിയായ സമയം വരുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു, ഇനി സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കും. മറ്റുള്ളവർ എന്തു പറയും എന്തു പറയില്ല എന്നൊന്നും അവൻ നോക്കില്ല. ഇനി മുതൽ എന്റെ ജീവിത ലക്ഷ്യങ്ങൾ, പഠനം, ജോലി, സമയം എന്നിവയുടെ നിയന്ത്രണം എന്റെ കൈകളിലായിരിക്കും. മറ്റുള്ളവർക്ക് നല്ലതോ ചീത്തയോ തോന്നിയാലും ഞാൻ എന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തിരികരിക്കും. കാരണം നാളെ ഞാൻ പരാജയപ്പെട്ടാൽ എന്റെ സമയം തിരികെ തരാൻ അവരിൽ ആരും വരില്ല. അതുകൊണ്ട് മടിക്കാതെ സ്വാർത്ഥനാകുക. നിങ്ങളുടെ ജീവിതത്തിലെ മുൻഗണനകൾ മനസ്സിലാക്കുകയും അതിനോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ സ്വാർത്ഥനായി മാറിയില്ലെങ്കിൽ ഒരു പുരുഷനെന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണ ശേഷിയിലെത്താൻ കഴിയില്ല. കാരണം അതൊരു യഥാർത്ഥ പുരുഷന്റെ ചിന്താഗതിയാണ്. ഒടുവിൽ, ഒരു പുരുഷനെ പോലെ ശക്തനാകുക. ഒരു പയ്യൻ എന്നതിൽ നിന്ന് ഒരു യഥാർത്ഥ പുരുഷനിലേക്ക് വളരാൻ ഈ നിയമങ്ങൾ ഫോളോ ചെയ്യണം. സാമ്പത്തികമായി ഒരു നിലയിലെത്തുക. ഇതൊരു കൈപ്പേറിയ സത്യമാണ്. പണമില്ലെങ്കിൽ ലോകം നിങ്ങളെ വിലമതിക്കില്ല. സാമ്പത്തികമായി ശക്തനായാൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. മറ്റൊരാളോടും ഒരു കാര്യത്തിനും അനുവാദം ചോദിക്കേണ്ടി വരില്ല. സ്വന്തം ജീവിതത്തിന്റെ കൺട്രോൾ കയ്യിൽ വെക്കണമെങ്കിൽ അത്യാവശ്യം കാശുണ്ടാകണം. നിങ്ങളെ വീഴ്ത്തുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. മദ്യം, മയക്കുമരുന്ന്, ജൂതാട്ടം, ഗെയിംസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ശക്തി ഇല്ലാതാക്കും. ഇതൊക്കെ നിങ്ങളെ ഒരു ആൺകുട്ടിയുടെ നിലയിൽ തന്നെ നിർത്തും. ഒരിക്കലും ഒരു പുരുഷനാകാൻ സമ്മതിക്കില്ല. നിങ്ങളെ ദുർബലരാക്കുന്ന കാര്യങ്ങൾ എണ്ണി പറയുമ്പോൾ പലരും മനസ്സിലാകാതെ പോകുന്ന ഒരു വലിയ കെണിയാണ് പോൺ അഡിക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഒരു യഥാർത്ഥ പുരുഷനാകാൻ ഇത് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നാറുണ്ടോ? 6 വർഷത്തിലധികമുള്ള ഞങ്ങളുടെ അനുഭവത്തിൽ 3000-ലധികം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ഒരു പ്രോഗ്രാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം. ഒരു പുരുഷന്റെ യഥാർത്ഥ ശക്തി വെറും ശാരീരികമായ ശക്തിയിലല്ല, മാനസികമായ ശക്തിയിലും അച്ചടക്കത്തിലുമാണ്. ആ ശക്തി വീണ്ടെടുക്കാനും ഈ ദുശ്ശീലങ്ങളെ പൂർണ്ണമായും അതിജീവിക്കാനും സഹായിക്കുന്ന ഞങ്ങളുടെ പ്രോഗ്രാമിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമന്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളോടൊപ്പം ചേരുക. തെറ്റായ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഒരു തെറ്റായ സ്ത്രീക്ക് അവന്റെ ശ്രദ്ധയും ഊർജവും മനസമാധാനവും ജീവിതവും നശിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു ആൺകുട്ടിക്ക് അറിയില്ല. എന്നാൽ ഒരു യഥാർത്ഥ പുരുഷൻ അവന്റെ സമയവും പണവും ഊർജവും നഷ്ടപ്പെടുത്താത്ത ഉയർന്ന മൂല്യമുള്ള സ്ത്രീകളെയാണ് തെരഞ്ഞെടുക്കുക. ആൺകുട്ടി വെറും ശാരീരികമായ ആകർഷണത്തിൽ കുടുങ്ങുന്നു. എന്നാൽ ഒരു യഥാർത്ഥ പുരുഷൻ അവന്റെ മുൻഗണനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ശാരീരികമായി ശക്തനാകുക. ഒരു ശക്തമായ ശരീരം സ്വയം പ്രതിരോധത്തിന് മാത്രമല്ല ആവശ്യമായിട്ടുള്ളത്,
അത് നിങ്ങളുടെ ആത്മവിശ്വാസവും ആധിപത്യവും വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ഫിറ്റ്നസ് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് നിങ്ങൾ ദുർബലനല്ല എന്ന് മനസ്സിലാകും. മാനസികമായി ശക്തനും അച്ചടക്കമുള്ളവനുമാകുക. വൈകാരികവും മാനസികവുമായ നിയന്ത്രണമില്ലാതെ ശാരീരിക ശക്തി അപൂർണമാണ്. അച്ചടക്കമില്ലാതെ നിങ്ങൾക്ക് സ്ഥിരമായ വളർച്ച നേടാൻ കഴിയില്ല. വളരാത്ത ഒരു ചെടിക്ക് എങ്ങനെ ഒരു മരമാകാൻ കഴിയും? അതുപോലെ ഒരു ആൺകുട്ടി സ്ഥിരമായി വളർന്നില്ലെങ്കിൽ ലോകം അവനെ ചവിട്ടി മെതിച്ചു പോകും. അവൻ ഒരിക്കലും ഒരു പുരുഷനായി മാറില്ല. അപ്പോൾ ഏത് പാതയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കൈകളിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. കണ്ടതിന് നന്ദി.